നമ്മൾ ആദ്യം മുതലൊന്നും ഇനി സമയമൊക്കെ ഉണ്ട്, നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം കേട്ടോ. എല്ലാ ടെക്സ്റ്റ് ബുക്ക് 74-ാമത്തെ പേജിലെ ഒരു ഞാൻ ആരെങ്കിലും ഒക്കെ വായിക്കൂ. ആരെങ്കിലും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, ആരെങ്കിലും വായിച്ചോളൂ. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കൂ ആരെങ്കിലും ഒരാള്. ആരാ ആദ്യം വായിക്കുന്നത്? നികാര, നിരഞ്ജന, ഞാൻ പേര് വിളിക്കണോ? അല്ല നിങ്ങൾ വായിക്കോ? നിഹാര വായിക്കൂ എന്നാല്. മോളെ ആ പാരഗ്രാഫ് ആ പാഠം കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുക്കാം, നമ്മൾ പ്രോഗ്രാം അല്ലേ ഇരുന്നോ, അതുകൊണ്ട് ആ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്ന് വായിച്ചോളൂ, ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോ. 74-ാമത്തെ പേജ് ദിശാഹീൻ ദിശ, ആ ചാപ്റ്റർ നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് ലക്ഷ്യമില്ലാത്ത യാത്ര, മോഹൻ രാകേഷ് യാത്ര. വായിച്ചോളൂ. ആ മോള് കുറച്ച് വായിച്ചോ, മിസ് പറയാ സ്റ്റോപ്പ് ചെയ്യാൻ. घर में चलते समय मन में यात्रा की कोई बानी हुई रूपरेखा नहीं थी, बस एक अस्थिरता ही थी जो मुझे अंदर से धकेल रही थी. समुद्र तट के प्रति मन में एक ऐसा आकर्षण था कि मेरी यात्रा की कल्पना में समुद्र का विस्तार अनायास ही आ जाता है. बहुत बार सोचता कि कभी समुद्र तट के साथ साथ एक लंबी यात्रा करूंगा, परंतु यात्रा के लिए समय और साधन साथ साथ मेरे पास कभी नहीं रहते थे. മതി മോളെ അതുവരെ മതി. അപ്പൊ ഞാൻ അതിന്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പാട്ട്. അപ്പൊ ഇതൊരു യാത്രാവൃത്തം നമുക്കറിയാം, മോഹൻ രാകേഷ് ആണ് എഴുതിയത്. അപ്പൊ വീട്ടിൽ നിന്നും ഇറങ്ങിയ സമയത്ത് എന്റെ മനസ്സിൽ യാത്ര ചെയ്യണം എന്നൊരു രൂപരേഖ ഉണ്ടായിരുന്നില്ല. ഒരു വല്ലാത്തൊരു സ്ഥിരത ഇല്ലായ്മ എന്റെ മനസ്സിന് വല്ലാതെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ആദ്യം മുതലേ കടൽത്തീരത്തെ കുറിച്ച് എന്റെ മനസ്സിൽ വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്റെ മനസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും സമുദ്രത്തിന്റെ വിസ്താരം അനായാസമായി എന്റെ മനസ്സിലേക്ക് വരാറുണ്ട്. ഒരുപാട് ഞാൻ ചിന്തിച്ചു, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സമുദ്രതീരത്ത് കൂടെ യാത്ര ചെയ്യണമെന്ന്. പക്ഷേ അതിന് ആവശ്യമുള്ള സമയമോ അല്ലെങ്കിൽ പണമോ ഒന്നും ഒരുമിച്ച് ഒരിക്കലും എന്റെ കയ്യിൽ വന്നില്ല. ബാക്കി നന്ദന ഉള്ളൂർ വായിക്കുന്ന. उन दिनों नौकरी छूटती थी और पास में कुछ पैसे भी थे, इसलिए मैंने तुरंत चल देने का निश्चय कर लिया. पहले सोचा कि सीधे कन्याकुमारी चला जाऊंगा और वहां से रेल, मोटर या नाव जहां जो मिले उसमें पश्चिम समुद्र तट के साथ साथ गोवा या बंबई तक की यात्रा करो. रास्ते में जहां मन हुआ. അതുവരെ മതി മോളെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ജോലിയൊന്നും ഇല്ലാതെ, ആ സമയത്ത് എനിക്ക് എന്റെ കയ്യിൽ പൈസയും വന്നു, സമയവും ഒരുമിച്ച് വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം ഞാൻ ചിന്തിച്ചത് നേരെ കന്യാകുമാരിയിലേക്ക് പോവുക. അവിടെ നിന്നും ട്രെയിൻ വഴിയോ റെയിൽ വഴിയോ അതായത് മോട്ടോർ വഴിയോ തോണി വഴിയോ ഒക്കെ എവിടെയാണോ എത്തുന്നത് അവിടേക്ക് പോവുക. എന്നിട്ടോ പശ്ചിമി സമുദ്ര തട്ട് കെ സാത്ത് സാത്ത് ഗോവായ ബോംബെ തക്ക് യാത്ര കരും. പടിഞ്ഞാറൻ സമുദ്ര തീരത്ത് കൂടെ പോയിട്ട് ഗോവയിലോ അല്ലെങ്കിൽ ബോംബെയിലേക്കോ യാത്ര ചെയ്യുക എന്നായിരുന്നു ആദ്യം ഞാൻ തീരുമാനിച്ചത്. ബാക്കി അടുത്തത് ആരോമൽ ഒന്ന് വായിക്കോ. ആരോമൽ ഉണ്ടോ? ആരോമൽ, ആദിത്യൻ NP, ആദിത്യൻ മോനെ വായിക്ക് ബാക്കി.
रास्ते में जब मन हुआ वही कुछ दिन रह निशांदा जा जाऊंगा जाऊंगा। शिम- शिमला शिमला में हमारे स्कूल में कई लोगों दक्षिण भारत के थे। उनमें से एक ने कहा था कि रहने के लिए कन्नूर कन्नूर बहुत अच्छी जगह है। एक और का कहना था कि मैं एक बार को കൊല്ലം कोल्लम पहुंच जाऊंगा तो वह से और कहीं जाने के मेरा मन नहीं होगा। മതി മോനെ അതുവരെ മതിയേ. അപ്പൊ വഴി രാസ്തയുമേ ജഗ, അപ്പൊ പോണ വഴിക്ക് എന്റെ മനസ്സ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ കുറച്ചു ദിവസം തങ്ങണം. അങ്ങനെ ഷിംലയിലുള്ള എന്റെ സ്കൂളിലെ ഒരുപാട് ആളുകൾ ദക്ഷിണ ഭാരത് വരുന്ന ആളുകളുണ്ട്. അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കാനാണെങ്കിൽ കണ്ണൂരാണ് ഏറ്റവും നല്ല സ്ഥലം. ഒരു പ്രാവശ്യം പിന്നെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൊല്ലത്ത് പോവുകയാണെങ്കിൽ അതിനേക്കാളും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കഹി ജാനേക്കാ മേരാമൻ നെഹി യോഗ, അവിടെ എത്തിപ്പെടുകയാണ് പിന്നെ എവിടെ പോവാൻ നിനക്ക് മനസ്സ് വരില്ല എന്ന് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. അടുത്തത് ആദിത്യൻ NS ഉണ്ടോ? എവിനിയസ് ആര്യൻ ഉണ്ടോ? അഖില പി ഉണ്ടോ? അഖില മോളെ വായിക്ക് ബാക്കി. വായിച്ചോളൂ. दिल्ली में एक മുതലല്ലേ मिस മുതലല്ലേ? അതെ അതെ അതന്നെ. दिल्ली में एक मित्र ने कहा था कि पश्चिमी समुद्र तट पर गोवा से सुंदर दूसरी जगह नहीं है। वहाँ खुला समुद्र तट है। एक आदिम स्पर्श लिए प्राकृतिक रमणीयता है और सबसे बड़ी बात यह है कि जीवन बहुत सस्ता है। रहने खाने की हर सुविधा वह बहुत थोड़े पैसों में प्राप्त हो सकती है। അതൊരു മതി മോളെ. അപ്പൊ ഡൽഹിയിൽ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പടിഞ്ഞാറൻ സമുദ്ര തീരത്തിൽ ഗോവയെക്കാളും സുന്ദരമായ വേറെ പ്രദേശമില്ല. അവിടെ തുറന്ന കടൽത്തീരമുണ്ട്. അതുമല്ല ആദിമ കാലത്തുള്ള പ്രകൃതി രമണീയത ഉണ്ട്. അതേപോലെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാല് ജീവിക്കാൻ വളരെ ചിലവ് കുറവാണ്. അതായത് താമസിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ കുറഞ്ഞ പൈസക്ക് കിട്ടും അല്ലെ. അടുത്തത് അനാമിക വായിക്കാൻ പറ്റുമോ? അനാമിക ഷാജി ഉണ്ടോ? എന്നാ മോളെ വായിച്ചോളൂ ബാക്കി. മേരെ ലിയെ മുതൽ കേട്ടോ. मेरे लिए सभी जगहें अपरिचित थी, इसलिए मुझे सभी में आकर्षण लग रहा था। कोच्चिन, कन्नूर, मैंगलोर, गोवा, आलेपी के बैक वाटर्स और नीलगिरी की पहाड़ियां, सबके प्रति मेरे मन में एक सी आत्मीयता जगती थी, जैसे कि मेरा उन सब स्थानों से कभी था घनिष्ठ
संबंध रहा हो। ആ അതിലെ മതി കേട്ടോ. മേരെ ലിയെ സബീജ്, എനിക്ക് എന്നെ സംബന്ധിച്ചത് എല്ലാ സ്ഥലങ്ങളും എങ്ങനെയായിരുന്നു? അപരിചിതങ്ങളാണ്, എനിക്ക് അറിയില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലങ്ങളും വളരെയധികം അട്രാക്ഷൻ ആയിരുന്നു. കൊച്ചി, കണ്ണൂര്, ബാംഗ്ലൂര്, ഗോവ, ഈ സ്ഥലങ്ങളെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ആലപ്പിക്ക് ബാങ്ക് വാട്ടേഴ്സും നീലഗിരിയിലെ പർവ്വതങ്ങളും അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. സബ്കെ പ്രതി മേരെ മൻമേ ഏക്സി ആത്മീയത, അതിനോടൊക്കെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. അതായത് മേര ഉൻ സബ് സ്ഥാനവും കെ കവിക്കാക്ക് ഇഷ്ടസംബന്ധമായി ഈ സ്ഥലങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ആദ്യമേ മുതലേ വല്ലാത്തൊരു അട്രാക്ഷൻ ഉള്ളതുപോലെ തോന്നിയിരുന്നു. ഇതുവരെയല്ലേ നമ്മൾ എടുത്തത്? ഇനി ബാക്കി ആര്യദാസ് ഉണ്ടോ വായിക്കാൻ? ആര്യക്ക് വായിക്കാൻ പറ്റുമോ? ബാക്കി വായിച്ചോളൂ. എടുക്കാൻ പോകുന്നത് सबसे मुदलले ആ മോളെ. सबसे अधिक आत्मीयता कन्याकुमारी के तट को लेकर महसूस होती थी, परंतु एक घने शहर की छोटी सी तक गली में पैदा हुआ व्यक्ति के लिए उस विस्तार के प्रति ऐसी आत्मीयता का अनुभव करने का आधार क्या हो सकता था? केवल विपरीत का आकर्षण. ഓക്കെ, താങ്ക് യു. നോക്കട്ടെ, അപ്പൊ നമ്മൾ എടുക്കാൻ പോകട്ടോ. സബ്സെ അധിക് ആത്മീയത കന്യാകുമാരിക്ക് തഡ്കോ ലേക്കർ മഹസൂസ് ഹോത്തി थी, എനിക്ക് ഏറ്റവും അധികം ആത്മീയത, ആത്മബന്ധം കന്യാകുമാരിക്ക് തഡ്കോ ലേക്കർ മഹസൂസ് ഹോത്തിയെ, കന്യാകുമാരി തീരത്തോടായിരുന്നു എനിക്ക് ഏറ്റവും അധികം ആത്മബന്ധം മഹസൂസ് ഹോത്തി थी തോന്നിയത്. എനിക്ക് ഏറ്റവും അധികം പിന്നെ അട്രാക്ഷൻ തോന്നിയ സ്ഥലം കന്യാകുമാരിയുടെ തീരമായിരുന്നു. പരന്തു എന്നാൽ ഏക് ഘനെ ശഹർ കി ചോട്ടി സി ദംഗ് ഗലി മേ പൈദാ ഹുയെ വ്യക്തി കെ ലിയെ, അപ്പൊ എന്നാൽ ഒരു ഘനെ ശഹർ കി ചോട്ടി സി ദംഗ് ഗലി മേ, വളരെയധികം ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണത്തിലെ ചെറിയൊരു ഇടുങ്ങിയ സ്ട്രീറ്റിൽ പൈദാ ഹുയെ ജനിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് വിസ്താർക്കെ പ്രതി, ആ വ്യക്തിക്ക് അത്രയും വിസ്താരമായ സ്ഥലത്തിനോട് ऐसी ആത്മീയത കാ അനുഭവ കർണേക്ക, ഇത്രയും ആത്മീയ ബന്ധം തോന്നുവാനുള്ള കാര്യത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കും? പറഞ്ഞ മനസ്സിലായോ? ഈ ലേഖം പറയാണ്, ലേഖം ജനിച്ചത് വളരെ തിരക്ക് കൂടിയിട്ടുള്ള ഇടുങ്ങിയ ഒരു സ്ട്രീറ്റിലാണ്, പട്ടണത്തിലെ. അപ്പൊ അങ്ങ് ഇടുങ്ങിയ ഒരു സ്ട്രീറ്റിൽ ജനിച്ച എനിക്ക് ഈ വിസ്താരമായിട്ടുള്ള കന്യാകുമാരി തീരം കണ്ടപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വല്ലാത്തൊരു ആത്മബന്ധം തോന്നിയത്? അതിന് ഉത്തരവ് അധികം പറയാണ്, കേവൽ വിപരീത് കാ ആകർഷൺ ഹേ, അതായത് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനാ തോന്നിയത്, ഒരു അട്രാക്ഷൻ. അതായത് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ മറ്റൊരാൾ കാണുമ്പോൾ അതിനോട് നമുക്ക് തോന്നുന്ന ഒരു ആർത്തി, ഒരു അട്രാക്ഷൻ, അതാണ് ഇവിടെ ഇയാൾക്ക് തോന്നിയത്. ഇയാൾക്ക്, നമുക്ക് അങ്ങനെയല്ലേ, നമ്മളെ ടൗൺ ഏരിയ ജീവിച്ച ആൾക്കാർക്കാണെങ്കിലേ കാട്ടുപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴും കുന്നുകളും അതേപോലെ ഒരുപാട് പച്ചപ്പും കളത്തീരെ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. നമ്മൾ ടൂറൊക്കെ പോകുമ്പോ അതെന്തുകൊണ്ടാ? നമ്മളുടെ ഉള്ളിൽ ഓരോരുത്തർക്കും എന്തുണ്ട്? വിപരീത ആകർഷൺ, ഓപ്പോസിറ്റ് അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ? ഒരു പെൺകുട്ടിക്ക് ആണെങ്കിൽ ഒരു പ്രായത്തിൽ ആൺകുട്ടിയോട് തോന്നുന്നൊരു ഓപ്പോസിറ്റ് അട്രാക്ഷൻ ആണ്. അതേപോലത്തെ ഒരു അട്രാക്ഷൻ ആണ് ഇവിടെ ആർക്ക് തോന്നിയത്? നമ്മുടെ ഈ ലേഖകന്. അയാൾ ജീവിച്ചത് ഇടുങ്ങിയതും ഒരുപാട് കൺഫ്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രീറ്റിൽ നിന്നും വിശാലമായി ശാന്തമായി കിടക്കുന്ന കന്യാകുമാരി തീരം കണ്ടപ്പോൾ ഇയാൾക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാല് വിപരീത ആകർഷൺ, ഓപ്പോസിറ്റ് അട്രാക്ഷൻ ആണ്. അത് മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ദേവികക്ക് മനസ്സിലായോ? ദേവിക, രൂപേഷ് ഒന്നുകൂടി പറയോ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കട്ടോ. അതായത് ഇയാൾ പറയാണ്, സബ്സെ അധിക് ആത്മീയത കന്യാകുമാരിക്ക് തഡ്കോ ലേക്കർ മഹസൂസ് ഹോത്തിയെ, എനിക്ക് ഏറ്റവും അധികം അട്രാക്ഷൻ തോന്നിയത്, ആത്മീയ ബന്ധം തോന്നിയത് കന്യാകുമാരിയിലെ തീരത്തോടാണ്. അപ്പൊ ഇയാൾ അവസ്ഥ പറയാണ്, പരന്തു എന്നാൽ ഏക് ഘനെ ശഹർ കി ചോട്ടി സി ദംഗ് ഗലി മേ, ഒരു വളരെയധികം തിരക്കു പിടിച്ചു കിടക്കുന്ന പട്ടണത്തിലെ ഇടുങ്ങിയ സ്ട്രീറ്റിൽ ജനിച്ച വ്യക്തിയായ എനിക്ക് ആ വിസ്താർക്കെ പ്രതി, ആ വിസ്താരമായി കിടക്കുന്ന പ്രദേശത്തോട്
ഇത്രയും ആത്മീയമായ ബന്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്താ കാരണം അറിയോ? കേവലം വിപരീത ആകർഷൻ, അത് കേവലം ഓപ്പോസിറ്റ് അട്രാക്ഷൻ ആണ്. നമുക്ക് ഇല്ലാത്തൊരു കാര്യം മറ്റൊരു സ്ഥലങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരവസ്ഥ അല്ലെ. ചില കുട്ടികളല്ലേ ഒറ്റയ്ക്ക് വല്ലാത്തൊരു, ആരും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവുള്ള കുട്ടികളാണ്. ഒരുപാട് ആളുകൾ കമ്പനിയുള്ള ആൾക്കാരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. വീട്ടിൽ പുറത്ത് പറഞ്ഞു കളിക്കാത്ത കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ കിട്ടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അത് വല്ലാത്ത അട്രാക്ഷൻ ആണ് അല്ലെ. അതേപോലെ തന്നെ ഇയാൾക്ക് ഇയാളെ സിറ്റുവേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് നല്ല സ്ഥലമുണ്ട്, നല്ല ഏകാന്തത ഉണ്ട്, ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ ഇയാൾക്ക് അതിനോട് എന്ത് തോന്നുകയാണ്? ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് പട്ടണത്തിലേക്ക് വരുമ്പോ എന്ത് സന്തോഷം ഉണ്ടാവും. എന്തൊക്കെ മാളുകളാണ്, എന്തൊക്കെ കാണാണ്ട്, എന്ത് രസമാണ് തോന്നില്ലേ. അതാണ് ഇവിടെ പറഞ്ഞത് വിപരീത ആകർഷൺ. മനസ്സിലായോ? മനസ്സിലായി. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? എന്നോട് പറ, ചോദിച്ചില്ല എന്താന്നുള്ളത്. ഇല്ല, എല്ലാവർക്കും മനസ്സിലായിണ്ടല്ലേ. അപ്പൊ നമ്മൾ ലാസ്റ്റ് വായിച്ച ആരായിരുന്നു? അനാമിക അല്ലായിരുന്നോ? ഇനി അടുത്തത് അനാമിക വായിക്കും മോളെ. ആ വേഗം ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളും. ആ ഭാഗത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളും. എല്ലാവരും റെഡിയല്ലേ? പറയട്ടെ, പെണ്ണൊക്കെ എടുത്തോ? ബുക്ക് എടുത്തു തരാം. ബുക്കും പെണ്ണൊക്കെ എടുത്ത് വരൂ മോളെ. മോളെ മക്കളെ റെഡിയാണോ? റെഡിയല്ലേ? ഞാൻ പറയാട്ടോ. ലേഖകോ എഴുതിക്കോളെ. ലേഖകോ അല്ലെങ്കിൽ എക്സാമിന് ഇങ്ങോട്ട് ചോദിക്കുക മോഹൻ രാകേഷ് കോ എന്നാട്ടോ, രണ്ടൊന്നാണേ. ലേഖകോ कन्याकुमारी के तट देखकर, कन्याकुमारी के तट देखकर എഴുതിയോ? कन्याकुमारी के तट देखकर आत्मीयता महसूस करने का, आत्मीयता महसूस करने का कारण क्या है? कारण क्या है? എഴുതി എല്ലാരും? ഇന്നലെ മോളെ അടുത്തതൊന്ന് നമ്മളെ അനാമിക ഒന്ന് വായിക്കോ. അനാമിക ഉണ്ടോ? മോളെ വായിക്കാം അടുത്ത പേരാ കേട്ടോ. घर से चलते समय कुछ निश्चय नहीं था कि कब कहाँ कितने दिन रहूंगा। कहाँ चलने तक इतना निश्चय कर लिया था कि पहले सीधे कन्याकुमारी न जाकर बम्बई होते हुए गोवा चला जाऊंगा और वहां से कन्याकुमारी की और यात्रा प्रारंभ करूंगा। यह इसलिए चाहता था कि मेरी यात्रा का अंतिम पड़ाव कन्याकुमारी हो। ओके, थैंक यू. अब നോക്ക്, घर से चलते समय कुछ निश्चय नहीं था कि कब कहाँ कितने दिन रहूंगा. हाँ, चलने तक इतना निश्चय कर लिया था कि पहले सीधे कन्याकुमारी न जाकर बम्बई होता हुआ गोवा चला जाऊंगा और वहां से कन्याकुमारी की और यात्रा प्रारंभ करूंगा.
ये इसलिए चाहता था कि मेरी यात्रा का अंतिम पड़ाव कन्याकुमारी हो. ശ്രദ്ധിക്കുക, ഗർസേ ചലത്തെ സമയ കുച്ച് നിശ്ചയ നഹീ താ. ആദ്യമേ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് യാതൊരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. കബ് എപ്പോൾ, കഹാം എവിടെ, കിത്തിനി ദിൻ രഹൂങ്ക എത്ര ദിവസം തങ്ങണം, ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല അല്ലെ. നമ്മളൊക്കെ പോകുമ്പോ എന്താ ചെയ്യാ, ടൂർ പോവാണ്, എന്ത് ചെയ്യും, ഇത്ര സ്ഥലത്തെ ടൂറാണ്, ഇന്ന സ്ഥലത്ത് അവിടെ തങ്ങണം, ഇത്ര പൈസ കയ്യിൽ വെക്കണം എന്നൊക്കെ തീരുമാനിക്കൂലേ. അപ്പൊ അങ്ങനത്തെ ഒരു തീരുമാനം ഒന്നും ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. ഹാ ചലനെ തക് ഇतना निश्चय कर लिया था कि पहले सीधे कन्याकुमारी न जाकर बम्बई होता हुआ ഗോവ ചലാ ജാവും. എന്നാൽ പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം മാത്രം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? പകലെ ആദ്യം സീതേ കന്യാകുമാരി ന ജാക്കർ നേരെ കന്യാകുമാരിയിലേക്ക് പോവാതെ ബോംബെ ഹോത്താവുക ബോംബ വഴി ഗോവ ചലാജാവും. എവിടേക്ക് പോണം? ഗോവയിലേക്ക് പോണം. ഇയാൾ ആള് തിരക്കായിട്ടില്ലല്ലോ അല്ലെ, ഇയാൾ ഗോവയ്ക്കാ പോണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? ഗോവ ചലാജാവുക, നേരെ എവിടേക്ക് പോണം? ഗോവയിലേക്ക് പോണം. എന്നിട്ടോ വഹാം സേ കന്യാകുമാരിക്ക് ഓർ യാത്ര പാരം കരൂങ്ക, അവിടെ നിന്നും കന്യാകുമാരിയിലേക്കുള്ള യാത്ര ആരംഭിക്കണം. യ ഇസ്ലിയെ ചാത്താതാക്കി, ഇത് എന്തുകൊണ്ടാ ഇങ്ങനെ ആഗ്രഹിക്കാൻ കാരണം എന്നറിയോ? മേരി യാത്ര കാ അന്തിം പടാവ് കന്യാകുമാരി ഹോ, എന്റെ യാത്രയുടെ അന്തിം പടാവ് അവസാനത്തെ താവളം. അന്തിം പടാവ് പറഞ്ഞത് എന്താണ്? അവസാനത്തെ താവളം കന്യാകുമാരി ആവണം. അതുകൊണ്ട് ആദ്യം ഗോവയിലേക്ക് പോയിട്ട് നേരെ അവിടുന്ന് കന്യാകുമാരിയിലേക്ക് പോവാൻ തീരുമാനിച്ചു. അത് മനസ്സിലായോ? Miss. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? നമ്മളെ ഗുണ്ട എവിടെ പോയി? ഗുണ്ട ഗുണ്ട തനിക്ക് മുങ്ങിയോ? തനിക്ക് നസ്രീൻ തനിക്കിനെ കാണുന്നില്ലല്ലോ. ആരെങ്കിലും അടിക്കാൻ പോയോ? സഞ്ജന മോക്ക് മനസ്സിലായിണ്ടോ? മനസ്സിലായി. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? സജീദ് റഹ്മാൻ മനസ്സിലായിട്ടുണ്ടോ? സജീദേ എന്താ മിണ്ടാത്തത്? ബുക്ക് തുറക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല. യദു കൃഷ്ണ മനസ്സിലാവാത്തോണ്ടേ പറയട്ടോ. ശ്രീലക്ഷ്മി രഘുനാഥ്. അപ്പൊ ആ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ലേഖക് എഴുതിക്കോളൂ കേട്ടോ. ലേഖക് ചലത്തെ സമയ लेखक चलते समय क्या निश्चय किया? क्या निश्चय किया? लेखक चलते समय क्या निश्चय किया? എഴുതിയോ? ആരെങ്കിലും എഴുതാത്തുണ്ടോ? എല്ലാവരും എഴുതിയോ? എഴുതാതിരുന്നാൽ എക്സാമോ നിങ്ങൾ ബുദ്ധിമുട്ട് മക്കളെട്ടോ. അപ്പൊ ആരും നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തരൂല. ഇതിപ്പോ ഏതാ മാസം എന്നറിയില്ലേ? നവംബർ മാസമായി, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസം ഇല്ല. മാർച്ച് ഫസ്റ്റ് ഒക്കെ എക്സാം വരും കേട്ടോ. കൊറോണ ഒക്കെ ഇതാറുമ്പോ കഴിയും, ഓർത്തോളാം. ഇനി അടുത്ത പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? മുഹമ്മദ് ഷർബാസ് ഉണ്ടോ? മുഹമ്മദ് ഷർബാസ്. ദേവിക രൂപേഷ്.
मिस। എന്നാ വായിക്ക് ബാക്കി മോളെ. दिसंबर सन 52 की 25 तारीख थर्ड क्लास के തേർഡ് ക്ലാസ്. डिब्बे थर्ड क्लास के डिब्बे में ऊपर की सीट बिस्तर बिछाने को मिल जाए वह बड़ी बात होती है। मुझे ऊपर की सीट मिल गई थी। सोच रहा था कि अब बम्बई तक की यात्रा में कोई असुविधा नहीं होगी। रात को ठीक से सो सकूंगा। मगर रात आई तो मैं वहाँ सोने की जगह भोपाल ताल की एक नाव में लेटा बूढ़े मला अब्दुल जब्बार से गजलें सुन रहा था। താങ്ക് യു. അങ്ങനെ ഡിസംബർ സൻ 25 താരീഖ്, ഡിസംബർ മാസം 1952 കേട്ടോ. 52 പറഞ്ഞാൽ എന്താണ്? 52. ഇക്കാവൻ 51, 52 52 52 അല്ലെ? അതായത് 25-ാം തീയതി ഡിസംബർ 1952 ഡിസംബർ മാസം 25-ാം തീയതി നമ്മുടെ ക്രിസ്മസിന്റെ അന്ന് തേർഡ് ക്ലാസ് ഡിബ്ബേമേം ഊപ്പർ കി സീറ്റ് ബിസ്തർ ബിജാനെ കോ മിൽ ഗയി. ഞാൻ പോവാണ് പോണ സമയത്ത്, അങ്ങനെ പോണ സമയത്ത് പോവാൻ തയ്യാറായല്ലോ, പോവാണ് യാത്ര. തേർഡ് ക്ലാസ് കെ ഡിബ്ബേമേം, നമ്മളെ തീവണ്ടിയിലേക്ക് തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ആണ് കിട്ടിയത്. അവിടത്തെ ഊപ്പർ കി സീറ്റ്, മുകളിലെ സീറ്റ് ബർത്താട്ടോ, ബിസ്റ്റർ ബിജാനെ കോ മിൽ ഗയി, എന്റെ കിടക്ക അല്ലെങ്കിൽ കിടക്കാനുള്ള സാധനമൊക്കെ വിൽക്കാൻ വേണ്ടി സ്ഥലം കിട്ടി. വോ ബഡീ ബാത്തോ തന്നെ വലിയൊരു കാര്യമാണല്ലേ, ബർത്തിന്റെ മോള് സീറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാല് അത്രയും ദൂരം യാത്ര ചെയ്യണ്ടേ. കിട്ടി. മുझे ऊपर की सीट मिल गई थी, എനിക്ക് മുകളിലെ സീറ്റ് ആയിരുന്നു കിട്ടിയത്. സോച്ച് രഹാ താ കി, ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പൊ ബോംബെ തക്ക് യാത്രാമേ കോയി അസുവിധ നഹീ ഹോഗി. ഹാവു ഭാഗ്യായി, ഇനി ബോംബെ വരെയുള്ള യാത്രയ്ക്ക് യാതൊരു അസൗകര്യം ഉണ്ടാവില്ല. സുഖമായല്ലോ, ബർത്ത് കിട്ടി, അവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ്, കിടക്കാനൊക്കെ സൗകര്യം കിട്ടിയല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രിക്കോ ടിക്സി സോ സകുങ്ക, ആ രാത്രി എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാലോ. മഗർ രാത്തായി തോ മേ വഹാം സോനെ കി ജഗ ഭോപ്പാൽ താൽ കേക്ക് നാവു മേ ലേട്ട ബൂഡേ മല്ല അബ്ദുൽ ജബ്ബാർ സേ ഗസലെ സുൻ രഹാ താ. എന്നാൽ രാത്രിയായപ്പോൾ ഞാൻ എനിക്ക് അവിടെ ഉറങ്ങാനുള്ള സ്ഥലം എവിടെയാന്നാണ് കിട്ടിയത്? ഭോപ്പാൽ താൽക്കെ, ഭോപ്പാൽ നദിയുടെ അടുത്തുള്ള ഏക്ക് നാവുമേ, ഒരു തോണിയില്, ലേട്ടാ ബൂടേമല്ല, അവിടെ കിടന്നുകൊണ്ട് പാവം വയസ്സായ ഒരു കടത്തുകാരനായ, മല്ലാഹ് പറഞ്ഞ എന്താണ്? തോണിക്കാരൻ അബ്ദുൽ ജബ്ബാറിന്റെ ഗസലും കേട്ടുകൊണ്ട് കിടക്കാനാണ് എനിക്ക് യോഗം ഉണ്ടായത്. അതിപ്പോ എന്താ കഥ എന്ന് പറയാൻ പോകുന്നല്ലോ കേട്ടോ. ഞാൻ വിചാരിച്ച എനിക്ക് സീറ്റോ കിട്ടി, ഞാൻ ഇനി ബർത്തിന്റെ മുകളില് ബോംബെയിൽ എത്തുന്നവരെ സുഖമായിട്ട് കിടന്നുറങ്ങാന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാന് അന്ന് എന്താ ഉണ്ടായെന്നറിയോ? എനിക്ക് എവിടെയാ കിടക്കാനാ യോഗം ഉണ്ടായത്? ഭോപ്പാൽ താൽക്കി ഏക്ക് നാവുമേലേട്ടാ, ഭോപ്പാൽ നദിയുടെ തീരത്ത് ഒരു തോണിയിൽ കിടന്നുകൊണ്ട് വയസ്സനായ ഒരു തോണിക്കാരനായ അബ്ദുൽ ജബ്ബാറിന്റെ ഗസലും കേട്ട് കിടക്കാനാണ് എനിക്ക് യോഗം ഉണ്ടായത് എന്ന്. അതെന്താന്ന് നമുക്ക് അടുത്ത പേര് പറയൂട്ടോ. അതുവരെ മനസ്സിലായോ? ലാസിൻ നബാൻ, ലാസിനെ മോന് മനസ്സിലായിണ്ടോ? നമ്മുടെ നബാൻ കെ പി മോനെ, നബാനെ മോനെ മനസ്സിലായിണ്ടോ? മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ വായിക്കാൻ പോണത് നിരഞ്ജനാണ്. നിരഞ്ജന എസ് കുമാർ ഉണ്ടോ? മോള് വായിക്കേ. भोपाल स्टेशन पर मेरा मित्र अविनाश, जो वहां से निकले वाले एक हिंदी दैनिक का संपादन करता था, मुझसे मिलने के लिए आया था। मगर बात करने की जगह उसने मेरा बिस्तर
लपेटकर खिड़की से बाहर फेंक दिया। खिड़किയാണ് മോളൂ. खिड़की से बाहर फेंक दिया और खुद मेरा सूटकेस लिए हुए नीचे उतर गया। इस तरह मुझे एक रात के लिए वहां रह जाना पड़ा। അങ്ങനെ എന്താ സംഭവം എന്ന് പറയാട്ടെ. നമ്മള് ഭോപ്പാൽ സ്റ്റേഷൻ पर मेरा मित्र अविनाश जो वहां से निकलने वाले एक हिंदी दैनिक का संपादन करता था, जिससे मिलने के लिए आया था. അങ്ങനെ ഭോപ്പാൽ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പേരെന്താന്നറിയോ? അവിനാശ്. എന്താണ് പേര് മക്കളെ? എന്താ പേര്? അവിനാശ്. അദ്ദേഹം അവിടുന്ന് പുറപ്പെടുന്ന ഒരു ഹിന്ദി ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ ആയിരുന്നു. ഹിന്ദി വാംസേ നികൽനെ വാല, അവിടുന്ന് പുറത്തു വരുന്ന ഏക ഹിന്ദി ദൈനിക, ഒരു ഹിന്ദി ദിനപത്രം. ദൈനിക് പറഞ്ഞ എന്താണ്? ദൈനിക് പറഞ്ഞ ദിവസമുള്ളത്, സപ്താഹി എന്ന് പറഞ്ഞ ആഴ്ചയിലുള്ളത്, മാസിക് പറഞ്ഞ എന്താ? മാസിക എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മാസവും വരുന്നത്. സപ്താഹി പറഞ്ഞ എന്താണ്? ഓരോ ആഴ്ചയിലും വരുന്നത്. ദൈനിക് പറഞ്ഞ എന്താണ്? ദിവസവും വരുന്നത്. ഇവിടെ ദൈനിക് ഒരു ന്യൂസ് പേപ്പറിന്റെ സമ്പാദൻ കർത്താത, എഡിറ്റിംഗ് ആയിരുന്നു ജോലി. അപ്പൊ അവിനാശ് കോൻ ഹെ? വൗ മോഹൻ രാകേഷ് കാ മിത്ര थे, उसका नाम अविनाश है. वह एक दैनिक का സമ്പാദക് थे. സമ്പാദക് പറഞ്ഞ എന്താണ്? എഡിറ്റർ ആയിരുന്നു. മുജിസെ മിൽനെ കെ ലിയെ ആയാ था, എന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോ ഓരോ സ്റ്റേഷനിലും വേണ്ടി നിർത്തില്ല. അപ്പൊ ആർക്കും നമ്മൾ കാണാൻ പറ്റും, സ്ഥലമൊക്കെ കമ്പാർട്ട്മെന്റ് പുറത്താൽ മതി. അപ്പൊ ഇയാൾ അതേപോലെ എന്നെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. മഗർ ബാത്ത് കർണേക്ക് ജഗ്, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകട്ടോ. ആ സമയത്ത് അവൻ മേരാ ബിസ്തർ, എന്റെ കിടക്കയും സൂട്ട്കേസ് എല്ലാം കൂടെ ലപ്പേഡ്കർ, ചുരുട്ടു മടക്കിയിട്ട് കിടക്കി സേ ബാഹർ ഫേങ്ക് ദിയ, ജനവാദിന്റെ ഉള്ളിൽ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കിടക്കി സേ ബാഹർ ഫേങ്ക് ദിയ, ജനവാതിൽ. കിടക്കി പറഞ്ഞ എന്താണ്? ജനവാതിൽ, വിൻഡോയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കാരണം എന്നെ കൂട്ടിക്കൊണ്ടാൻ പോയി. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ടിക്കറ്റ് എവിടെയൊക്കെ എടുത്തത്? ബോംബെയിലേക്കാണ്. പക്ഷെ ഭോപ്പാൽ എത്തിയ സമയത്ത് എന്റെ ഫ്രണ്ടായ അവിനാശ് വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ കിടക്കയും കട്ടിലൊക്കെ എടുക്കുക എന്ത് ചെയ്തു? ജനവാദ് കൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഖുദ് മേരാ സൂട്ട്കേസ് ലിയേ ഹുയേ നീച്ചെ ഉതർ ഗയാ, അവസാനം ഞാൻ എന്റെ സൂട്ട്കേസ് മാത്രം എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. ഇസ് തര മുझे एक रात के लिए वहां रह जाना पड़ा, ഈ രീതിയിൽ എനിക്ക് ഒരു രാത്രി മുഴുവൻ അവിടെ തങ്ങേണ്ടി വന്നു. സൂട്ട്കേസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ബാക്കി എന്റെ കെട്ടും മാറാപ്പൊക്കെ ഇയാൾ എന്ത് ചെയ്തു? ജനവാദ് കൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു സൂട്ട്കേസ് മാത്രം എന്റെ കയ്യില്, അല്ലെ? അതും കൊണ്ട് ഏക്ക് രാത് കേലിയെ വഹാം രഹ് ജാനാ പടാ, ഒരു രാത്രി മുഴുവൻ എനിക്ക് അവിടെ ഇദ്ദേഹത്തിന്റെ കൂടെ ഭോപ്പാലില് സ്ഥലത്ത് തങ്ങേണ്ടി വന്നു. കാരണം ഈ സ്നേഹത്തിന്റെ ഭാഗമായിട്ടോ ഇയാൾ ഇങ്ങനെ ചെയ്തത്. അത് മനസ്സിലായോ? മനസ്സിലായി. പവിത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ? പവിത്ര, രജീഷ്, പവന, പി ആനന്ദ്, മനസ്സിലായിട്ടുണ്ടോ? അതൊക്കെ നമ്മള് ആരോമലുണ്ട് അവിടെ. ആരോമൽ എന്ന കുട്ടി ഇല്ലേ? മൈക്ക് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണല്ലേ. ആയിക്കോട്ടെ, ഓക്കെ. നമ്മള് അൻഷ്യോ ആരാണ്? അൻഷ ഉണ്ടോ? നന്ദന MB ഉണ്ടോ? മോളെ ഞാൻ ഈ 2 പാരഗ്രാഫില് അടുത്ത നന്ദന MB വായിക്കണം കേട്ടോ. ഇത് 2ന്റെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. किस दिन लेखक यात्रा शुरू किया? किस दिन लेखक यात्रा शुरू किया? ഏത് ദിവസമാണ് നമ്മുടെ ലേഖകൻ, അതായത് മോഹൻ രാകേഷ് യാത്ര ആരംഭിച്ചത്?
किस दिन लगक यात्रा शुरू किया? എഴുതിയോ? हाँ मिस। सेकंड क्वेश्चन, उन्होंने उन्होंने सीट मिलते समय उन्होंने सीट मिलते समय उन्होंने सीट मिलते समय क्या सोचा? क्या सोचा? എഴുതിയോ? हाँ मिस एഴുതി। मोहन राकेश का मित्र का नाम क्या है? थर्ड क्वेश्चन, मोहन राकेश के मित्र का नाम क्या है? वो क्या करते थे? वे क्या करते थे? എഴുതിയോ? എഴുതിയോ എല്ലാരും? हाँ मिस എഴുതി। അതിനി അടുത്തത് വായിക്കൂ. ഞാൻ പറഞ്ഞ ആള് വായിച്ചോളൂ. നന്ദന. ഞാൻ ആരുടെ വായിക്കാൻ പറയാം? നന്ദന എം പി. ഓക്കെ മോളെ വായിക്കൂ. रात को 11 के बाद हम लोग घूमने निकले। घूमते हुए भोपाल ताल के पास पहुंचे तो मन हो आया कि नाव लेकर कुछ देर എന്താ മോളെ എന്തോ ഒരു മാറ്റം? നെറ്റ് കംപ്ലൈന്റ് ആണല്ലേ? സൗണ്ട് ക്ലിയർ ആവില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്നാ അടുത്ത ആള് വായിച്ചോളൂ. പവന വായിക്കൂ. പവന. रात को 11 के बाद हम लोगों घूमने निकले। घूमते हुए भोपाल ताल के पास पहुंचे तो मन हो आया कि गाँव लेकर कुछ देर झील की सैर की जाए। नाव टिकी गई और कुछ ही देर में हम झील के उस पग में पहुंच गए जहां से चारों ओर के किनारे दूर नजर आते थे। അങ്ങനെ രാത് കോ 11 के बाद हम लोग घूमने निकले. അങ്ങനെ എന്നെ പിടിച്ച് ഭോപ്പാലിന്റെ അവിടെ ഇറക്കിയല്ലോ. എന്റെ കയ്യിൽ സൂട്ട്കേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ രാത്രിയിൽ കാരണം രാത് കോന്ന വരും കേട്ടോ. ഗ്രാമറിന് ചോദിക്കാൻ ശ്രദ്ധിക്കുക. രാത്ത് കഴിഞ്ഞിട്ട് എപ്പോഴും നിങ്ങൾ ചേർക്കേണ്ടത് കോന്നാട്ടോ. ഷാം കോ, രാത് കോ എന്നൊക്കെ ചേർക്കുക. അത് നോത്ത് വെച്ചോളൂ. രാത് കോ 11 के बाद, രാത്രി 11 മണിക്ക് ശേഷം ഹം ലോഗ് ഘൂമനെ നികലെ, ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങി. സ്ഥലം കാണാൻ വന്നതാണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? രാത്രി 11 മണിക്ക് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു? ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പുറപ്പെട്ടു. ഘൂംതി ഹുയി ഭോപ്പാൽ താൽ കെ പാസ് പൗഞ്ചേ തോ, അങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിനിടയ്ക്ക് ഭോപ്പാൽ താൽ കെ പാസ്, ഭോപ്പാൽ ഒരു കുളം പോലത്തെ ഒരു താൾ, അതിന്റെ അടുത്ത് എത്തിയപ്പോൾ മൻഹു ആയാക്കി നാവിലേക്കർ, തോണിയും കൊണ്ട് കുച്ച് ദേർ, കുറച്ചു സമയം ജീൽ കി സൈർ കി ജായേ, ആ ജീൽ പറഞ്ഞ നദി, അരുവി, ആ അരുവിയിലൂടെ ഒരു യാത്ര ചെയ്യണം.
എന്നൊരാഗ്രഹം എന്റെ മനസ്സിലേക്ക് വന്നു. ജീൽ പറഞ്ഞ റിവർ എന്നാണ് അർത്ഥം. അതായത് കുറച്ചു സമയം വരെ, ജീൽ പറഞ്ഞ ശരിക്കും അരുവിയാണ്. അരുവി നദിയല്ല, ഒരു അരുവി പോലുള്ള സ്ഥലം. അതിലൂടെ കുറച്ചു സമയം രാത്രിയാണല്ലോ, നല്ല രസമുണ്ടാവും. ഒന്ന് യാത്ര ചെയ്താലോ, സൈർ പറഞ്ഞ യാത്ര ചെയ്താലോ എന്ന് എന്റെ മനസ്സിൽ തോന്നി. नाव टीकी गई और कुछ ही देर में हम झील के उस भाग में पहुंच गए. അങ്ങനെ തോണിയൊക്കെ കറക്റ്റായി നിൽക്കാണ്, ശരിയായി. രാത്രിയല്ലേ, എന്തായാലും നാവ് പറഞ്ഞ എന്താണ്, തോണിയൊക്കെ ശരിയായി. കുച്ചി ദേർമേ, കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ നദിയുടെ ആ ഭാഗത്തേക്ക് എത്തി. ഏത് ഭാഗം? ജഹാം സെ ചാരോം ഓർ കെ കിനാരെ ദൂർ നസർ ആതാ ഹെ. നദിയുടെ ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലെ, അവിടെ നിന്നും ചാരു ഓർക്കെ, നാലുപാടുമുള്ള കിനാരെ, തീരങ്ങൾ, ദൂർ നസറാത്തായെ, വളരെ ദൂരെ നിന്നും, നസർ ആന ദേക്കിന, കാണാൻ കഴിയും. അതായത് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ എന്ത് ചെയ്തു, നദിയുടെ കുറച്ചും കൂടി നദിയുടെ മുന്നോട്ടേക്ക് എത്തി. അങ്ങനെ അത് നദിയുടെ പ്രത്യേക ഒരു ഭാഗമുണ്ട്, പർട്ടിക്കുലർ പാർട്ട്. അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നദിയുടെ 4 ഭാഗത്തുമുള്ള തീരങ്ങളെ ഒരേ സമയത്ത് വളരെ ദൂരെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു പ്രദേശത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, എത്തി. മനസ്സിലായോ? രഘുനാഥേ, രഘുനാഥ്, മോടെ പേര് ശരിക്കും രഘുനാഥ് തന്നെയാണോ, അല്ലെങ്കിൽ മൊബൈൽ എങ്ങനെയാണോ? മോനെ മനസ്സിലായിട്ടാ അത്? സഞ്ജന മനസ്സിലായില്ലേ? തനിക്ക് പോയോ? തനിക്കിനെ പിന്നെ കണ്ടതേ ഇല്ല. വിസ്മയ ഉണ്ടോ? വിസ്മയ പി കെ, സെയ്ദ് അമൽ, സെയ്ദേ, മോനത് മനസ്സിലായടാ? മനസ്സിലായി. എന്നാ ബാക്കി വായിക്കൂ. मैं गा तो नहीं सकता, हुजूर, बूढ़ा मलाई हाथ छोड़कर बोला. സൗണ്ട് കിട്ടുന്നില്ലല്ലോ, കുറച്ച് സൗണ്ട് വായിക്കടാ. मैं गा तो नहीं सकता, हुजूർ, बूढ़ा. അതല്ല നമ്മൾ പറഞ്ഞു, അതല്ല ഇവിടെ വായിച്ചതിന്റെ ബാക്കി വായിക്കാണ്ട്. അവിടെ മുകളിലെ പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈൻ, വഹാം ആക്കർ അവിനാശ്, കണ്ടോ? वहाँ आकर अविनाश के मन में न जाने क्या बावकुत जाग आई कि उसने एक नजर पानी पर डाली. एक दूर के किनारे पर और पूर्णिदा चाहने वाले कलाकार की तरह कहा कि कितना अच्छा होता अगर इस वक्त हमें से कोई कुछ गा सकता. थैंक यू सैयद. वहां आकर अविनाश के मन में न जाने क्या भाവുകത ജാഗായി. അവിടെ എത്തിയ സമയത്ത് എന്റെ അവിനാശിന്റെ മനസ്സിലേക്ക് എന്ത് ഭാവുകതയാണ് ഉണർന്നു വന്നത്. ഭാവുകത പറഞ്ഞാൽ എന്താണ്? ഒരു കവിഭാവന. എന്ത് കവിഭാവനയാണ് ജാഗായി ഉണർന്നു വന്നത്. ഉസ്നെ ഏക് നസർ പാനി പർ ഡാലി, അവൻ ഒന്ന് വെള്ളത്തിലേക്ക് നോക്കി. നസർ ഡാൽന പറഞ്ഞ എന്താ നോക്കുക കേട്ടോ. ഉസ്നെ ഏക് നസർ പാനി പർ ഡാലി, അവൻ ഒന്ന് വെള്ളത്തിലേക്ക് നോക്കി. പിന്നെയോ ഏക് ദൂർ കെ കിനാരോം പർ, പിന്നെ വളരെ ദൂരെയുള്ള നദി തീരങ്ങളിലേക്ക് നോക്കി. ഓർ പൂർണ്ണത ചാഹനെ വാലെ കലാകാർ കി തരഹ കഹ, പിന്നെ പൂർണ്ണത ആഗ്രഹിക്കുന്ന ഒരു കലാകാരനെ പോലെ അദ്ദേഹം പറയാണ്, കിത്തിന അച്ചാ ഹോത്ത, ഹൗ, ഈ നേച്ചർ എത്ര ബ്യൂട്ടിയാണ്. രാത്രിയെ നിലാവുണ്ട്, വെള്ളം നല്ല ശാന്തമേ ഒഴുകുകയാണ്, എല്ലാ ഭാഗത്തും തീരങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അറിയാതെ അവന്റെ ഉള്ളിലെ കവിഭാവം ഉണർന്നു. അപ്പൊ അവൻ പറയാണ്, കിത്തിന അച്ചാ ഹോത്ത, എത്ര നന്നായിട്ടുണ്ട്. അഗർ ഇസ് വക്ത് ഹം
അമ്മേം സേ കോയി കുച്ച് ഗാ സക്തായ്. ഒരു പക്ഷെ ഈ സമയത്ത് നമ്മളിൽ ആർക്കെങ്കിലും ഒന്ന് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഒരു പാട്ടും കൊണ്ട് അടിപൊളിയാവുന്നല്ലേ. നമ്മൾ പറയും നല്ല മഴ പെയ്യാണ്, കാറ്റും മഴയൊക്കെ ഉണ്ട്, ആ സമയത്ത് നല്ല കട്ടൻ ചായയും നുറുക്കും കിട്ടിയ നല്ല രസം ഉണ്ടാവും പറയില്ലേ. അതേപോലെ ഇയാൾ പറയാണ് നല്ല മനോഹരമായ സിറ്റുവേഷൻ ആണ്, വെള്ളം നല്ല ശാന്തമേ ഒഴുകുന്നു, നല്ല ചുറ്റുപാടും പ്രകൃതി രമണീയമാണ്. അപ്പൊ ഇയാളുടെ കവിഭാവന ഉണർന്നു. ഇയാൾ പറയാണ് ഈ സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലും ഒരാൾക്ക് പാടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയും വരെ എടുത്താൽ മതി കേട്ടോ മക്കളെ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. താങ്ക് യു. അപ്പൊ നോട്ടിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു. നല്ല മക്കളായിരുന്നു എല്ലാവരും, സന്തോഷായി. ഓക്കെ, താങ്ക് യുടാ. താങ്ക് യു, താങ്ക് യു.
हेलो हेलो कोई हेलो